കണ്ണിന് ഇഷ്ടപ്പെട്ടത് ചാടി ഇഷ്ടപ്പെട്ട് തീരുമാനമെടുക്കല്. വെയിറ്റ്, കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യണം. ദൈവം ഇഷ്ടപ്പെട്ടതാണോ? ദൈവം എനിക്ക് വേണ്ടി കണ്ടതാണോ? ദൈവം എനിക്ക് തുറന്ന വഴിയാണോ? അതോ ഇത് യാദൃശ്ചികമായി എനിക്ക് തോന്നിയതാണോ? ദൈവത്തിൻ്റെ ഹിതമായത് ഇഷ്ടപ്പെട്ടാൽ ശ്രേഷ്ഠമായത് നിന്നിൽ ഉണ്ടാകാൻ തുടങ്ങും. കണ്ണുകൊണ്ട് കാണുന്നതിനെ വേഗത്തിൽ ഇഷ്ടപ്പെട്ട് വേദനിക്കുന്നവർ ഒത്തിരി പേർ ഇതിനകത്തിരിപ്പുണ്ട്. ഇന്ന് ഈ മഴയും കാറ്റും പ്രതികൂല കാലാവസ്ഥയുണ്ടായിട്ടും എത്രയോ ആളുകളാണ്, എത്രയോ പ്രിയപ്പെട്ടവരാണ് ദൈവവചനത്തോടുള്ള സ്നേഹത്തെ പ്രതി പ്രതീക്ഷയോടെ ഇവിടെ വന്നത്. കഷ്ടപ്പെട്ടാലും അതുകൊണ്ട് നല്ലൊരു മെച്ചമുണ്ടാവും. ചില കഷ്ടപ്പെട്ടാലും ശരി തന്നെ മെച്ചപ്പെട്ടു വരും. കണ്ണുകളെ അടച്ച് ഈ വാക്ക് വിശ്വസിക്കുക. ഞങ്ങൾ കഷ്ടപ്പെട്ടാ വന്നേലും ഞങ്ങളുടെ ജീവിതം മെച്ചപ്പെട്ടു വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഒരു നിയോഗമുള്ളതുകൊണ്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ദൈവശക്തി വെളിപ്പെടും. കഷ്ടപ്പെട്ടാലും എൻ്റെ ജീവിതം മെച്ചപ്പെട്ടു വരുമെന്ന് ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളെ സമർപ്പിക്കുക. ഇവിടെ എഴുതിയിട്ടിരിക്കുന്ന ഓരോ ആവശ്യങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയ ബഹുമാനപ്പെട്ട വികാരിയച്ഛനായ സിജോ അച്ഛനെ ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളുടെ ഇടവകയെ, എറിപ്പൻ ഇടവകയെ ഞങ്ങൾ ഓർക്കുന്നു. അച്ഛൻ്റെ സാന്നിധ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം എന്നച്ഛൻ വിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അതൊരനുഭവമാകത്തക്ക വിധം ഞങ്ങളിൽ വെളിപ്പെട്ടതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. എല്ലാ മഹത്വവും ഞങ്ങൾ ദൈവത്തിന് നൽകുന്നു. യേശുനാഥ, ഒരു ബലിയായി എന്നെ തന്നെ നൽകുന്നുവെന്ന് കണ്ണുകളെ അടച്ച് അത് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാണ്. യേശുനാഥ, ഒരു ബലിയാ നിന്നിധി മുന്നിൽ ഞാൻ നൽകിടുന്നേ. എന്റേതായതെല്ലാം സമർപ്പിക്കുന്നു. പ്രിയനായി എന്നെ സ്വീകരിക്കൂ. അവകാശിയും അതിനാഥനും നീ മാത്രമേ. ഒരിക്കൽ കൂടി പാടാമോ? യേശുനാഥ, ഒരു ബലിയാ ഇനി നിന്നിൽ ഞാൻ ജീവിക്കും. ഒരിക്കൽ കൂടി പാടാമോ? യേശുനാഥ, ഒരു ബലിയാ ഇനി നിന്നിൽ ഞാൻ ജീവിക്കുന്നേ. അതുകൊണ്ട് എന്റേതായതെല്ലാം സമർപ്പിക്കുന്നു. പ്രിയനായി എന്നെ സ്വീകരിക്കൂ. അവകാശിയും അതിനാഥനും നീ മാത്രമീശോ മിശിഹായേ. അതിനാഥനും നീ മാത്രമീശോ മിശിഹായേ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ ഓരോരുത്തരും ഇന്ന് യോഗ്യമായി തീരുവാൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്കിരിക്കാം. ഹല്ലേലൂയ. എല്ലാവരെയും വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടെ കാണുകയാണ്. കാരണം
തിരക്കുള്ള ഈ ലോകത്ത്, തിരക്കുള്ള സമയത്ത് ഇത്രയും സമയം ഇവിടെ ഇരിക്കുന്നത് തന്നെ, സമയം മാറ്റിവെച്ചത് തന്നെ വലിയ കാര്യമാണ്. പൗലോസ്ലീഹ പറയുന്നുണ്ട്, മറ്റുള്ളവരെ നിങ്ങൾ ശ്രേഷ്ഠരായി കാണണം. ഞങ്ങൾ നിങ്ങളെ ശ്രേഷ്ഠരായി കാണുന്നു. കാരണം നിങ്ങൾ നല്ല വീട്ടുകളിൽ നിന്ന് വന്നവരുണ്ട്. സമൂഹത്തിൽ നിലയും വിലയും ബഹുമാനവും കിട്ടത്തക്ക ജീവിതം നയിക്കുന്ന ആളുകളുണ്ട്. ഒത്തിരി വലിയ മനുഷ്യരും ഈ സമൂഹത്തിൽ ദൈവവചനം കേൾക്കുന്നുണ്ട്. എല്ലാ അമ്മമാരെയും അപ്പച്ചന്മാരെയും പിതാക്കന്മാരെയും കുഞ്ഞുങ്ങളെയും യുവതി യുവാക്കൾ എല്ലാവരെയും ശ്രേഷ്ഠരായി കാണുന്നു. കാരണം നിങ്ങളിരിക്കുന്നത് ദൈവവചനത്തിൻ്റെ മുമ്പിലാണ്. ഞാനെന്ന വ്യക്തി ഒരു പ്രധാന സംഭവമല്ല, ഞാനൊരു വലിയ പുള്ളിയല്ല. എനിക്ക് ലഭിച്ച ദൈവാനുഗ്രഹത്തെ മാറ്റി നിർത്തിയാൽ ഞാൻ ഒന്നുമല്ല, ഏതുമല്ല എന്നെനിക്ക് നന്നായിട്ടറിയാം. നമ്മളിൽ ചില സമയത്ത് ദൈവം നൽകുന്ന അനുഗ്രഹമാണ് നമ്മളെ അനുഗ്രഹം വിളമ്പുന്ന പാത്രങ്ങളാക്കി മാറ്റുന്നത്. ഈ സ്ഥലമുണ്ടല്ലോ, അത് അനേകർക്ക് ആശ്വാസം നൽകുന്നൊരു പാത്രമാണ്, ദൈവം തിരഞ്ഞെടുത്ത ഒരു പാത്രം. അതുകൊണ്ടാണ് നിങ്ങൾ ഓരോരുത്തരും ഈ പ്രതികൂല സമയത്തും കാലാവസ്ഥയിലും ഇവിടെ വന്നത്. ഇത്രയും മഴയൊക്കെ പെയ്യുമ്പോഴേ നമുക്ക് ടൗണിലേക്ക് പോകാൻ പോലും തോന്നത്തില്ല, ഒന്നും തോന്നത്തില്ല. നനയും, മഴ പെയ്യുന്നുണ്ട്, ബസ്സിൽ കയറണം, കാർ ഓടിക്കണം, അടുത്ത ആഴ്ചയാകട്ടെ പിന്നെ ഒരിക്കൽ പോവാം, മഴയല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തിരിച്ചു കയറിപ്പോവും. ഇന്നലെയും ഇന്നും ഒക്കെയുമായി വാർത്തയിൽ പറയുന്നത് ഭയങ്കര മഴയാണ്, അവിടെ മഴ ഇവിടെ മഴ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ വീട്ടുകാർ പറഞ്ഞിട്ടുണ്ടാവും ഈ മഴയും പിടിച്ച് പോകണ്ട. പക്ഷെ ഇവിടെ വന്ന ഒരുപാട് പേരും മനസ്സ് നല്ല വേദനയുള്ളവരാണ്. ഞങ്ങളും കുറേയൊക്കെ വേദനകൾ അനുഭവിച്ചവരായതുകൊണ്ട് നിങ്ങളുടെ വേദനകൾ കുറച്ചൊക്കെ മനസ്സിലാകും, കുറച്ചൊക്കെ ഞങ്ങൾക്ക് പിടികിട്ടും, മുഴുവനായിട്ടല്ലെങ്കിലും. ഇന്നെന്നെ കാണാൻ വന്ന എത്രയോ പേരാണ് 5 മിനിറ്റിനുള്ളിൽ കരഞ്ഞത്. ഇന്നലെ എന്നെ കണ്ട ചില അമ്മമാർ പറഞ്ഞു ഞങ്ങളുടെ അനുഭവം അച്ഛൻ്റെ അനുഭവം തുല്യമാണെന്ന്. ഞാൻ ചോദിച്ചു, എന്താ അങ്ങനെ പറയാൻ കാരണം? അപ്പോൾ പറഞ്ഞു, എൻ്റെ വീട്ടിലുള്ള ഇന്നയാൾ മദ്യപാനിയാണ്, ഞാൻ രാത്രിയിൽ പേടിച്ചിട്ട് കട്ടിലിൻ്റെ അടിയിൽ കയറിയിരിക്കും, ബാത്റൂമിൽ കയറി ഒളിച്ചിരിക്കും, ഞാൻ മുറ്റത്ത് പോയിരിക്കും, എനിക്ക് ആ മനുഷ്യനെ പേടിയാണ്. അച്ഛനും അങ്ങനെയൊക്കെ കടന്നു പോയിട്ടില്ലേ? ഇങ്ങനെയൊക്കെ കടന്നു പോയിട്ടില്ലേ? അച്ഛൻ്റെ ചില പ്രസംഗം ഞാൻ കേട്ടപ്പോൾ പറമ്പിലിരുന്നതും ഒളിച്ചിരുന്നതും വിറകുപരയിലിരുന്നതും ഒക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അതേപോലെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് ഇവിടെ ഒന്ന് വരണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. ഞാൻ കടന്നു പോയതിനേക്കാൾ കൂടുതൽ വേദനയിലും അനുഭവത്തിലും സങ്കടത്തിലും കടന്നു പോകുന്നവർ ഈ കൂട്ടത്തിലുണ്ട്, ഇതിനകത്തിരിപ്പുണ്ട്. ചില വിഷമങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും നമ്മുടെ വിഷമങ്ങൾ ചെറുതാണ്, ഇവർക്കൊക്കെ എന്തേരെ വിഷമങ്ങളാണ്. ഇന്ന് ഇതിനകത്ത് വെളുപ്പിന് 3 മണിക്ക് തൊട്ട് ആളുണ്ട്. 3 മണിക്ക് മുമ്പ് വെളുപ്പിന് 3 മണിക്ക് ആളുണ്ട്. ഇവിടെ പ്രാർത്ഥന തുടങ്ങിയത് വെളുപ്പിന് 4:25 ഞങ്ങൾ 3:45 എഴുന്നേറ്റവരാണ്. ഇന്നലെ കിടന്നപ്പോൾ 11 മണി കഴിഞ്ഞു, പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ 10 മണി കഴിഞ്ഞു. ഈ സമയം മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം ഒരുക്കിയ സമയമാണ്. അതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ആമേൻ. അത് കണ്ടിട്ടൊക്കെ ആയിരിക്കാം ഇവിടെ വന്ന ഒരാൾ പറഞ്ഞു, ഇച്ചിരി കഷ്ടപ്പെട്ടാലും അച്ചോ ഞങ്ങൾ മെച്ചപ്പെട്ട് വരുന്നുണ്ട്. ഒരാൾ ഞാൻ കണ്ടുപിടിച്ച വാക്കല്ല, ഇവിടെ വന്ന ഒരാൾ പറഞ്ഞതാണ്, ഇവിടം വരെ ഒന്ന് എത്തിപ്പെടാൻ ഭയങ്കര കഷ്ടപ്പാടാണ്, കഷ്ടപ്പെട്ടാലും വേണ്ടില്ല, മെച്ചപ്പെട്ട് വരുന്നുണ്ട്, എൻ്റെ സാഹചര്യങ്ങൾ മെച്ചപ്പെട്ട് വരുന്നുണ്ട്. എല്ലാ ശുശ്രൂഷകർക്കും ഒരു യൂണിഫോം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരാൾക്ക് എല്ലാ ശുശ്രൂഷകർക്കും ഉടുപ്പ്, അത് പാഴ്സൽ വഴി വന്നതാണ്, അളവെടുത്തിട്ട് അയച്ചതാണ്, നല്ല പൈസ ചിലവായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, എന്താണ് ഇങ്ങനെ തരാൻ കാരണം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്ന ദേശക്കാരനാണ്, ഞാനിവിടെ സാമ്പത്തികമായി തകർന്ന് ഈ മുറ്റത്ത് കയറി വന്നതാണ്. അപ്പോൾ എനിക്കൊരു കച്ചവടം തുടങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു ഷോപ്പ്, തുണിക്കച്ചവടം. പൈസയൊന്നും കയ്യിലില്ല. എൻ്റെ ഒരു സുഹൃത്ത് മൈസൂരുണ്ട്,
ഇവിടെ വന്നേച്ച് ഞാൻ ഈ ബത്തേരിയിൽ നിന്ന് മൈസൂർക്ക് പുള്ളീനെ ഒന്ന് കാണാൻ പോവുകയാണ്. അങ്ങനെ ഇവിടെ വന്നേ. ആ കൂട്ടത്തിൽ ഇവിടെ കയറി വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയതാണ്, ഒരു വഴി തുറന്നു തരണം, ഒരനുഗ്രഹം ഉണ്ടാകണം. മൈസൂരുള്ള ആളെ കാണാൻ പോവുക, പൈസ ചോദിക്കാൻ. 1-2 രൂപയല്ല ചോദിക്കാൻ പോകുന്നത്, ഒരു വലിയ പൈസയാണ് ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ അവർ വിചാരിച്ചു തരാൻ സാധ്യതയില്ല, എന്നാലും ഒന്ന് പോകാം എന്ന് വിചാരിച്ച് അവിടെ ചെല്ലുമ്പോൾ ആ മനുഷ്യൻ ആ സഹായം നൽകാൻ തയ്യാറായി. അങ്ങനെ ഒരു ബിസിനസ് തുടങ്ങിയപ്പോൾ അദ്ദേഹം പറയുവാണ്, ദൈവം അനുഗ്രഹിച്ച് തുടങ്ങുന്നതൊക്കെ ഭയങ്കര അനുഗ്രഹമാണ്. എനിക്ക് നല്ല ബോധ്യമുണ്ടായി. കേരളത്തിലുള്ള 7 ഹോസ്പിറ്റൽ, തമിഴ്നാട്ടിലുള്ള 7 ഹോസ്പിറ്റൽ, കേരളത്തിലല്ല തമിഴ്നാട്ടിലുള്ള 7 ഹോസ്പിറ്റൽ, കേരളത്തിലുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് വസ്ത്രം കൊടുക്കാൻ ഞങ്ങൾക്കാണ് അതിൻ്റെ ഓർഡർ കിട്ടിയിരിക്കുന്നത്. ഹോസ്പിറ്റലിലേക്കുള്ള വസ്ത്രം 1,00,000 രൂപയുടെയോ 5-10 രൂപയുടെ കണക്കല്ല പറയുന്നത്. ദൈവം അനുഗ്രഹിച്ച് ഒന്നുമില്ലായ്മയിൽ ഈ മുറ്റത്ത് കയറി വന്നതാണ്. എന്തെങ്കിലും ഒരു വഴി തുറന്ന് കിട്ടണമെന്ന് ആഗ്രഹിച്ച് ഞങ്ങളിവിടെ വരുന്നുണ്ട്. ഞങ്ങൾക്കിത് എല്ലാവരുടെയും മുമ്പിൽ നിന്നിത് പറയണം എന്ന് പറഞ്ഞ ആ മനുഷ്യൻ തൽക്കാലം ഒരു അത്യാവശ്യത്തിന് തിരിച്ചുപോയി. ഞാൻ പറയുന്നത്, ഒരാളെപ്പോലും മാറ്റി നിർത്താതെ അനുഗ്രഹിക്കുന്നൊരു ദൈവ സാന്നിധ്യം ഈ സ്ഥലത്തുണ്ട്. ഇവിടെയുള്ള വ്യക്തികളൊന്നും വലിയ ശ്രേഷ്ഠരൊന്നുമല്ല. നിങ്ങളുടെ അത്രയും നല്ല വീട് ചിലപ്പോൾ ഞങ്ങൾക്കുണ്ടാകില്ല, ഞങ്ങളുടെ അത്രയും ചിലപ്പോൾ നിങ്ങളെക്കാൾ വിദ്യാഭ്യാസം കുറവ് ഞങ്ങൾക്കായിരിക്കും. ഇവിടെ വരുന്ന മനുഷ്യരോട് നന്നായി പെരുമാറാൻ പോലും അറിയാവുന്നവർ കുറവായിരിക്കും. നല്ല വീട്ടിൽ, നല്ല ടൗണുകളിലൊക്കെ ജീവിച്ച് വരുന്നവരോട് നന്നായി പെരുമാറാൻ പോലും ഞങ്ങളെപ്പോലെയുള്ളവർക്ക് ചിലപ്പോൾ പരാജയപ്പെട്ടു പോകും. എങ്കിൽ പോലും എനിക്ക് നല്ല ഉറപ്പുണ്ട്, ദൈവത്തിൻ്റെ ജീവനുള്ളൊരു സാന്നിധ്യം, ദൈവത്തിൻ്റെ ശക്തിയുള്ളൊരു സാന്നിധ്യം എന്തോ ദൈവം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വിശ്വസിച്ച് പറ. ഇച്ചിരി കഷ്ടപ്പെട്ടാ വന്നേലും മെച്ചപ്പെട്ട് വരുമെന്ന് വിശ്വസിക്കുക. ഇച്ചിരി കഷ്ടപ്പെട്ടാലും അങ്ങ് കാസർഗോഡൊന്നും അങ്ങ് ദൂരെന്നും പല സ്ഥലത്തുനിന്നും വണ്ടിയും കയറി ഉറക്കമളച്ച് ഇല്ലാത്ത പൈസയും മുടക്കി ഇവിടെ വരുന്ന കഷ്ടപ്പെട്ടാ വന്നത്. ഒന്ന് കണ്ട് പ്രാർത്ഥിക്കണോ, അത് നടന്നുമില്ല. കഷ്ടപ്പെട്ടാലും മെച്ചപ്പെട്ടു വരുമെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ആമേൻ. അതുകൊണ്ടാണല്ലോ ഇവിടെ ഓരോരുത്തർ വരാൻ കാരണം. ഞാനൊരു വചനം നിങ്ങളുടെ ശ്രദ്ധയിൽ പ്രാർത്ഥനയോടെ നൽകാൻ ആഗ്രഹിക്കുവാണ്. ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായം 1 മുതലുള്ള വാക്യം ഒന്ന് വായിക്കുകയാണ്. ഇത് എല്ലാ വഴികളും അടഞ്ഞവർക്കുള്ളൊരു ദൂതാണ്. എല്ലാ വഴികളും അടഞ്ഞു, ഇനി എന്നാ ചെയ്യണമെന്നറിയത്തില്ല, 1 ഇഞ്ച് മുന്നോട്ട് നീങ്ങാൻ ഒരു സാധ്യത കാണുന്നില്ല എന്ന് പറയുന്നവരോട് പറയാനുള്ള ഒരു ദൈവികമായ സന്ദേശമാണ്. ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായം 1-ാമത്തെ വാക്യം. ജോഷുവ അതിരാവിലെ എഴുന്നേറ്റ്. ജോഷുവ എപ്പോൾ എഴുന്നേറ്റു? അതിരാവിലെ എന്ന് പറയുമ്പോൾ 8 മണി, 9 മണി, 6 മണി, 7 മണി. അതിരാവിലെ എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശം വരുന്നതിന് മുമ്പുള്ള സമയമാണ് അതിരാവിലെ. അവൻ അതിരാവിലെ എഴുന്നേറ്റു. എന്തിനെഴുന്നേറ്റു? സകല ഇസ്രായേലരോടും കൂടെ ഷിത്തിമിൽ നിന്ന് പുറപ്പെട്ട് ജോർദാൻ നദിക്കരികെ എത്തി. ജോർദാൻ കരകവിഞ്ഞൊഴുകുന്ന ഒരു നദിയാണ്. അന്നേരം ഒരു പുഴയാണ്, വലിയൊരു നദിയാണ്. അതിൻ്റെ സമീപത്ത് വന്ന് നിന്നു. എന്തിനാ ഒഴുകുന്ന പുഴയുടെ സൈഡിൽ വന്ന് ജോഷുവ അതിരാവിലെ വന്ന് നിന്നത്? അടുത്ത വാക്യം, എല്ലാ വഴികളും അടഞ്ഞ ജോഷുവ പറയുക. 2-ാമത്തെ വാക്യം, മറുകര കടക്കാൻ സൗകര്യം പാർത്ത് അവിടെ കൂടാരമടിച്ചു. അപ്പൊ മറുകര കടക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. ശ്രദ്ധിച്ചോ? മറുകര കടക്കാൻ ആഗ്രഹമുണ്ട്, രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, പറ്റാത്ത സാഹചര്യത്തിലാണ് വന്ന് നിൽക്കുന്നേ. ഇവിടെ നിൽക്കുന്ന നിങ്ങൾക്കും ഇതുപോലുള്ള ചില സാഹചര്യമുണ്ട്. ആഗ്രഹമുണ്ട്, പക്ഷേ പറ്റുന്നില്ല. ഒരു നല്ല ജോലി കിട്ടിയായിരുന്നെങ്കിൽ, ആ വീട് പണി ശരിയായിരുന്നെങ്കിൽ, എൻ്റെ ജീവിത പങ്കാളി ഒന്ന് മാറിയിരുന്നെങ്കിൽ. പലതും ആഗ്രഹമുണ്ട്, പക്ഷേ നടക്കുന്നില്ല, ശരിയാകുന്നില്ല. എന്തൊക്കെയോ തടസ്സങ്ങൾ കൺമുമ്പിൽ നിൽക്കുന്നു. അപ്പോൾ എന്താ ചെയ്തെന്ന് കേട്ടോ? 3 ദിവസം കഴിഞ്ഞ് പ്രമാണികൾ പാളയത്തിലൂടെ നടന്ന്
ജനത്തോട് കൽപ്പിച്ചു. അടുത്ത വാക്യം ശ്രദ്ധിക്കണം. അടുത്ത വാക്യത്തിലേക്ക് വരാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത്. ഇപ്പോൾ നോക്കുക, അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു പ്രതിസന്ധി ഉണ്ട്. മറുകര കടക്കാൻ പറ്റുന്നില്ല. ഇവിടെ വന്ന് പാളയമടിച്ച് കൂടാരമടിച്ച് നിൽക്കുവാണ്. അപ്പോൾ പറയുവാണ്, നിങ്ങൾ പുരോഹിതന്മാരുടെ അടുത്ത് പോകണം. എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ലേവ്യ പുരോഹിതന്മാർ നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ വാഗ്ദാന പേടകം സംവഹിക്കുന്നത് കാണുമ്പോൾ. അപ്പോൾ ഏതേലും പുരോഹിതന്റെ അടുത്തല്ല, ഏതേലും ഒരു കൗൺസിലറുടെ അടുത്തല്ല, ഏതേലും ഒരു ശുശ്രൂഷകന്റെ അടുത്തുമല്ല. എഴുതിയിട്ടുണ്ട്, ലേവി പുരോഹിതന്മാർ വാഗ്ദാന പേടകം, ദൈവ സാന്നിധ്യം കുടികൊള്ളുന്നതാണ് വാഗ്ദാന പേടകം. അത് വഹിക്കുന്നത് കാണുമ്പോൾ ആ പുരോഹിതന്മാരുടെ പുറകെ നിങ്ങൾ പോകണം. അപ്പോൾ നമ്മൾ ചോദിക്കുന്നത്, എന്തിന് ഞാൻ ആ പുരോഹിതന്റെ പുറകെ പോകേണ്ട കാര്യം എന്താണ്? ആ പുള്ളിയെ കണ്ട് പ്രാർത്ഥിക്കേണ്ട കാര്യം എന്താണ്? എന്തിന് ആ പുള്ളിയുടെ കൈവപ്പ് വേണം? ഇവിടെ പറയുക, മറുകര കടക്കാൻ പറ്റാതെ നിന്ന സാഹചര്യത്തിൽ ജോഷുവ അറിയുക, ഞാൻ ഇങ്ങോട്ട് മാറി നിൽക്കുക, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് റെഡിയാക്കാന്നല്ല. വാഗ്ദാന പേടകം വഹിക്കുന്ന പുരോഹിതന്മാരെ കാണുമ്പോൾ നിങ്ങൾ അവരുടെ പുറകെ പോകണം. ദൈവാനുഗ്രഹമുള്ള വ്യക്തികളെ നിങ്ങൾ കാണുമ്പോൾ അവരുടെ പുറകെ പോകണം. അവരിൽ നിന്നൊരു പ്രാർത്ഥന നിങ്ങൾ സ്വീകരിക്കണം. എന്തേലും നടക്കുമോ? എഴുതിയിട്ടുണ്ട്, ലേവി പുരോഹിതന്മാർ നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ വാഗ്ദാന പേടകം സംവഹിക്കുന്നത് തോളെ വെച്ച് നടക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ അവരെ അനുഗമിക്കുക. നിങ്ങൾ അവരുടെ പുറകെ പോകണം. പിന്നെ ഞാനെന്തിനാണ് ആ പുള്ളിയുടെ പുറകെ പോകുന്നത്? വാഗ്ദാന ദൈവ സാന്നിധ്യത്തെ ചുമക്കുന്ന പുരോഹിതന്മാരുടെ പുറകെ നിങ്ങൾ പോകണം. അതിനുശേഷം 4-ാമത്തെ വാക്യം, അങ്ങനെ പോകുമ്പോഴോ ഈ വഴിയിലൂടെ ഇതിനു മുൻപ് നിങ്ങൾ പോയിട്ടില്ല. അടുത്ത വാക്യം, പോകേണ്ട വഴി അവർ കാണിച്ചു തരും. അവർ നിനക്ക് കാണിച്ചു തരും. പിടികിട്ടിയോ? ഒരു മനുഷ്യൻ ദൈവ സാന്നിധ്യത്തെ ചുമക്കുമ്പോൾ, ഒരു പുരോഹിതൻ ദൈവ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് ആ വ്യക്തിയുടെ അടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ, പോകേണ്ട വഴി ദൈവം അവന് കാണിച്ചു കൊടുക്കും. ഇതെനിക്ക് നല്ലൊരു ബോധ്യമുണ്ട്, ഒരു നല്ല ബോധ്യമുണ്ട്. ഒരു മനുഷ്യൻ ഒരു വീട്ടിൽ ചെന്നപ്പോഴേ ആ വീട്ടിലെ ഒരു ചെറുപ്പക്കാരൻ, കാഴ്ചയിൽ നമുക്ക് തോന്നും ഇവനൊരു വിശ്വാസിയൊന്നും അല്ല, ഇവൻ ഇതിലൊന്നും വലിയ വിശ്വാസം ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ ആ വീട്ടിലെ അമ്മ പറഞ്ഞു, അച്ഛൻ ഇവന് വേണ്ടി പ്രാർത്ഥിക്കണം, ഇവന് വേണ്ടി പ്രാർത്ഥിക്കണം. പുള്ളി സാധാരണ പോലെ തലയെ താഴ്ത്തി അത് സ്വീകരിക്കാൻ പോലും ഇഷ്ടമില്ലാതെ നിൽക്കുവാണ്. അവന് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് ഒരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, വെള്ള ഉടുപ്പിട്ട ഒരാളിലൂടെ നിനക്കൊരനുഗ്രഹം വരുമെന്ന് പറഞ്ഞു. വെള്ള ഉടുപ്പിട്ട ഒരാളിലൂടെ ഒരനുഗ്രഹം നിനക്ക് വരാനുണ്ട്. നമ്മൾ ശരിക്കും ചിന്തിക്കുമ്പം ആ വ്യക്തിക്ക് ഒരു വൈദികരുമായിട്ട് ബന്ധമില്ല, ഒരു കണക്ഷനോ ഒന്നും അടുപ്പോ സുഹൃത്തോ ഒന്നുമില്ല. ഇത് പറഞ്ഞിട്ട് കുറച്ച് നാളുകളായി. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ പള്ളിയിലെ വികാരിയച്ഛൻ ഇവനെ ഫോൺ വിളിച്ചിട്ട്, ഇവൻ്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് പറയും, അവൻ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. ഇവൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന ആളല്ല, പള്ളിയുമായി അടുത്ത് നിൽക്കുന്ന ഒരാളല്ല. പക്ഷെ പള്ളിയിലെ അച്ഛൻ ഇവനെ വീട്ടിലേക്ക് വിളിച്ചിട്ട് അവൻ്റെ ഫോൺ കൊടുക്കാൻ പറഞ്ഞു. ഒരു വിദേശ രാജ്യത്ത് ഒരു ജോലിയുണ്ട്, അച്ഛൻ്റെ കുടുംബമാണ്. നീ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നീ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെ ഞാൻ ഈ താഴത്തെ ചാപ്പലിൻ്റെ താഴെ വ്യാഴോ വെള്ളിയോ അല്ലാത്ത ദിവസം നിൽക്കുമ്പോൾ ഇവൻ ആരെയും കാണാത്തതുകൊണ്ട് ഈ താഴെ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്തോട് ഇങ്ങനെ നടക്കുകയാണ്. ഞാൻ മുകളിൽ നിന്ന് വിളിച്ചു, എന്നാന്ന് ചോദിച്ചു. പറഞ്ഞു, ആ സ്റ്റെപ്പ് കയറി വന്ന്, അല്ല എന്ന് എൻ്റെ വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞില്ലായിരുന്നോ, ഒരു വെള്ള ഉടുപ്പിട്ട ഒരാളിലൂടെ നിനക്കൊരു നന്മ വരുമെന്ന്? എൻ്റെ പള്ളിയിലെ അച്ഛൻ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഫോണ് വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ അച്ഛൻ്റെ കുടുംബക്കാരോ ഒരു രാജ്യത്തുണ്ട്, അവിടെ ഒരു ജോലി വേക്കൻസി വന്നപ്പോൾ ആ പള്ളിയിൽ എത്ര ആൾക്കാരുണ്ട്, ഇവൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകും, ഞായറാഴ്ച പോലും തന്നെ അങ്ങനെ പള്ളിയിൽ കഷ്ടിച്ച് പോകുന്നുണ്ടോ എന്ന് ഉറപ്പില്ലാത്ത ഒരാളെ എങ്ങനെ തേടി പിടിച്ച് വിളിക്കണം? അവൻ അത്ഭുതമായി പോയി. അച്ഛൻ എന്തിനാ നമ്മുടെ വീട്ടിലേക്ക് വിളിച്ചത്, എന്നോട് എന്തിനാ ചോദിച്ചത്? ഞാൻ അതിന് പള്ളിയിൽ പോവോ, പള്ളിയിലെ കൈക്കാരനോ കമ്മിറ്റിക്കാരനോ സംഘടനയെ പ്രവർത്തിക്കുന്ന ഒരാളൊന്നും അല്ലാഞ്ഞിട്ട് എൻ്റെ വീട്ടിലേക്ക് എന്താ വിളിച്ചത്? എന്തിനാ എന്നെ വിളിച്ച്? ഞാൻ പോണോ വേണ്ടയോ?
അപ്പം ഞാൻ പറഞ്ഞ വാക്ക് കൃത്യമായി ഓർക്കുന്നു. കുതിരയ്ക്ക് പട്ട കെട്ടി വച്ചാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീ ഇടത്തോട്ടും വലത്തോട്ടും നോക്കണ്ട. ആ അച്ഛൻ്റെ വാക്ക് കേട്ട് നീ മുന്നോട്ട് നീങ്ങിക്കൊള്ളുക. നിനക്കൊരു നന്മ വരും. ഞാൻ വിശ്വസിക്കുന്ന വാക്ക് ഞാൻ വലിയ പുള്ളിയാന്ന് പറയാൻ വേണ്ടി അല്ല. ദൈവത്തിൻ്റെ വാഗ്ദാന പേടകം വഹിക്കുന്നവരെ കാണുമ്പോൾ അവരിലൂടെ നിനക്കൊരു നന്മ വരാൻ തുടങ്ങും. നിന്റെ ജീവിതത്തിലേക്ക് ചില നന്മകൾ നടന്ന് സ്റ്റെപ്പ് കയറി വീട്ടിൽ വരാൻ തുടങ്ങും. ഒരാൾ വചനം കേൾക്കുമ്പോൾ ആ വചനം ഒരു ശബ്ദമായിട്ട് മാത്രമല്ല അകത്ത് വരുന്നേ, ആ വചനമാകുന്ന ദൈവം തന്നെയാണ് നിന്റെ അകത്ത് വരുന്നത്. ഒരു വീട്ടിൽ വചനം ഫോണിലൂടെയോ ടി വിയിലൂടെയോ കമ്പ്യൂട്ടറിലൂടെ വെച്ചിങ്ങനെ കേൾക്കുമ്പോൾ അത് വിശ്വാസത്തോടെ സ്വീകരിക്കുമ്പോൾ ഒരൊച്ചയല്ല കേൾക്കുന്നത്, ആ വചനം തന്നെയായ ദൈവമാണ് എൻ്റെ വീട്ടിൽ വരുന്നത്, എൻ്റെ അകത്ത് വരുന്നത്. ഒരു നന്മ കഷ്ടപ്പെട്ടാലും പേടിക്കണ്ട, മെച്ചപ്പെട്ടു വരും. മെച്ചപ്പെട്ട് ദൈവം അതിനെ മെച്ചപ്പെട്ട് കൊണ്ടുവരും. ഒരു നന്മ വന്നത് കണ്ടോ? ഇവിടെ എഴുതിയിരിക്കുവാണ്, മറുകര കടക്കാൻ കഴിയാതെ പാളയമടിച്ചിരിക്കുമ്പോൾ ജോഷുവ പറയുക, വാഗ്ദാന പേടകം ഉയർത്തി ചുമക്കുന്ന പുരോഹിതന്മാരെ കാണുമ്പോൾ നിങ്ങൾ അവരുടെ പുറകെ പോണം. അപ്പോഴോ അവിടെ അവർ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എഴുതിയിരിക്കുന്ന വാക്കിങ്ങനെയാണ്, പോകേണ്ട വഴി അവർ കാണിച്ചു തരും. പിന്നെ എനിക്ക് പോകേണ്ട വഴി എനിക്കറിയാം, എന്തിനാ പുള്ളി കാണിച്ചു തരേണ്ടത്? നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവനാ നീ പോകേണ്ട വഴി നിന്നെ കാണിച്ചു തരുന്നത്. ചിലപ്പോൾ പ്രാർത്ഥിച്ചിട്ട് പറയില്ലേ, നീ അങ്ങോട്ട് പോകണ്ട, ആ കല്യാണം നടത്തണ്ട, ആ സ്ഥലം ഇപ്പോൾ വിൽക്കണ്ട, അല്ലെ ആ ലോൺ ഇപ്പോൾ എടുക്കണ്ട. പ്രാർത്ഥിക്കുന്ന ചില പുരോഹിതർ പ്രാർത്ഥിച്ചിട്ട് ചില കാര്യങ്ങൾ പറയും, ഇപ്പം ഇച്ചിരി ശാന്തമായിട്ടിരിക്കുക, മാറിക്കൊള്ളും, അമ്മച്ചി വിഷമിക്കൊന്നും വേണ്ട, മാറിക്കൊള്ളും. ആ വാക്കുകൾ നിന്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകാൻ തുടങ്ങും. പോകേണ്ട വഴി ബുദ്ധിമാൻ കാണിച്ചു തരുമെന്നല്ല, വാഗ്ദാന പേടകം ചുമക്കുന്ന പുരോഹിതൻ നിന്നെ കാണിച്ചു തരും. പോകേണ്ട വഴി കാണിച്ചു തരും. എന്നിട്ട് പോകേണ്ട വഴി കാണിച്ചോ? എഴുതിയിരിക്കുന്ന വാക്ക് നോക്ക്, 12-ാമത്തെ വാക്യം, ഇസ്രായേൽ ഗോത്രങ്ങളിൽ 13-ാമത്തെ വാക്യം, ഭൂമി മുഴുവന്റെയും നാഥനായ കർത്താവിന്റെ പേടകം വഹിക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ ജോർദാനിലെ ജലത്തെ സ്പർശിക്കുമ്പോൾ, ജലത്തെ അവിടെ പ്രശ്നം എന്തായിരുന്നു? ജോർദാൻ നദി ഒഴുകുന്നതാണ് പ്രശ്നം. പുരോഹിതന്മാരുടെ കാല് ആ ഒഴുകുന്ന വെള്ളത്തെ തൊട്ടപ്പോൾ എന്തേലും നടക്കുവോ? നിങ്ങൾ പറയില്ലേ, ആ പുള്ളി വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യം? പിന്നെ ആ പുള്ളിയുടെ തലയെ കൈവച്ച് എന്തെങ്കിലും നടക്കുവോ? എഴുതിയിരിക്കുന്നു നോക്ക്, അവിടെ വലിയ പുള്ളികളുണ്ട്, അവരുടെ കാലുകൾ സ്പർശിക്കുമ്പോഴല്ല. അവിടെ വലിയ വലിയ നേതാക്കന്മാരും സ്വാധീനമുള്ളവരുണ്ട്, അവരുടെ കാല് സ്പർശിക്കുമ്പോഴല്ല. വാഗ്ദാന പേടകം ചുമക്കുന്ന പുരോഹിതന്റെ കാല് തൊട്ടപ്പോൾ ജോർദാനിലെ വെള്ളത്തിന്റെ ഒഴുക്ക് അവിടെ നിന്നു. അന്നുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ അവിടെ മാറാൻ തുടങ്ങി. ദൈവം അവരുടെ ജീവിതത്തിൽ ഇടപെടാൻ തുടങ്ങി. എങ്ങനെ മറികടക്കും, എങ്ങനെ ലക്ഷ്യത്തിലെത്തും, എങ്ങനെ രക്ഷപ്പെടുമെന്ന് ചിന്തിച്ചവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. ഒരു കരം ഉയർത്തി ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ശബ്ദമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അടുത്ത ഭാഗം എഴുതിയിരിക്കുന്നത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, സ്പർശിച്ചപ്പോൾ. അത് 15-ാമത്തെ വാക്യം വായിക്കുക. വാഗ്ദാന പേടകം വഹിച്ചിരുന്നവർ ജോർദാൻ നദീതീരത്തെത്തി. പേടകം വഹിച്ചിരുന്ന പുരോഹിതരുടെ പാദം ജലത്തെ സ്പർശിച്ചു. ജലത്തെ സ്പർശിച്ചപ്പോൾ 16-ാമത്തെ വാക്യം, വെള്ളത്തിന്റെ ഒഴുക്ക് നിലച്ചു. വെള്ളത്തിന്റെ ഒഴുക്ക്, ആ പ്രശ്നം അവിടെ നിന്നു. ഇന്നുവരെ ഒരു തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ സ്ഥലത്ത് അവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴി ഉണ്ടായി വരാൻ തുടങ്ങി. നിനക്കൊരു പ്രാർത്ഥന കിട്ടുമ്പോൾ, നിനക്ക് നിന്റെ മേലൊരു കൈവപ്പ് കിട്ടുമ്പോൾ, നിന്റെ മേലൊരു ആശീർവാദം കിട്ടുമ്പോൾ, നിന്റെ രക്ഷപ്പെടാനുള്ള വഴികൾ ദൈവം നിനക്ക് കാണിച്ചു തരാൻ തുടങ്ങും. അനുഗ്രഹം ഉണ്ടായി വരാൻ തുടങ്ങും. വിശ്വസിക്കുന്നോ? ഇവിടെ വേറെ ഒന്നും ചെയ്തില്ല. വാഗ്ദാന പേടകം വഹിച്ചിരുന്ന പുരോഹിതന്മാരെ കാണുമ്പോൾ നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കരുത്. നിങ്ങൾ അവരുടെ പുറകെ വെച്ച് പിടിച്ചോണം, പുറകെ പോകണം. അവൾ പുറകെ പോയി ആ പ്രാർത്ഥന മേടിച്ചോണം. അവരുടെ കാലുകൾ, അവർ വാകൊണ്ടൊന്നും പറഞ്ഞില്ല, അവരുടെ കാൽപാദം സ്പർശിച്ചാൽ മതി. നിന്റെ ജീവിതത്തിൽ അത് വഴിത്തിരിവിന് കാരണമാകും. ഞാൻ പറയുന്നത് ഒരു പുസ്തകത്തിലെ കഥയല്ല. ഇനി അടുത്ത ഭാഗം എഴുതിയിട്ടുണ്ട്, എങ്ങനെയാ ഇവര് കടന്നു പോയെന്ന് എഴുതിയിട്ടുണ്ട്. ജോഷുവയുടെ പുസ്തകം 4-ാം അധ്യായം 22-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്, എങ്ങനെയാണ് ജോർദാൻ നദി കടന്നു പോയെന്ന് എഴുതിയിട്ടുണ്ട്. ഇസ്രായേൽ ഉണങ്ങിയ നിലത്തുകൂടെ. എങ്ങനെ? ഏതിലൂടെ പോയി?
ഉണങ്ങിയ നിലം എന്ന് പറഞ്ഞാൽ സിമെന്റ് തറയിൽ കൂടെ, അല്ലെങ്കിൽ ഉറച്ച സ്ഥലം, നല്ല ഗ്രൗണ്ടിന്റെ ഒക്കെ മുകളിൽ കൂടെ. അപ്പൊ ജോർദാൻ നദിയുടെ അടിയിൽ എങ്ങനെയാ ഉറച്ച ഒരു ഭൂമി ഉണ്ടായത്? അവിടെ ചെളിയും അഴുക്കുമല്ലേ ഉണ്ടാകേണ്ടത്? ആ ചെളിയും അഴുക്കും ഒക്കെ എതിലേ പോയി? ദൈവത്തിന്റെ ഒരു അനുഗ്രഹമുള്ള ഒരു മനുഷ്യന്റെ പ്രാർത്ഥന വന്നപ്പോൾ ചെളിയും അഴുക്കും ഒക്കെ മാറി തുടങ്ങി. നിങ്ങളുടെ വീടുകളിൽ ഒരു പ്രാർത്ഥന വരുമ്പോൾ, നിങ്ങളുടെ വ്യക്തികളിൽ ചില അനുഗ്രഹങ്ങൾ വരുമ്പോൾ, അന്ന് വരെ ഉണ്ടായിരുന്ന അഴുക്കും ചെളിയും ഒക്കെ മാറി അവിടെ ഒരു ഉറച്ച പാത രൂപപ്പെടാൻ തുടങ്ങും. എഴുതിയിരിക്കുന്ന വാക്കിങ്ങനെയാണ്: അവർ ഉണങ്ങിയ നിലത്തിലൂടെ ജോർദാൻ കടന്ന് എന്ന് അവർക്ക് പറഞ്ഞു. ഇതിലേക്കൂടെ പോയി ഒന്ന് പറഞ്ഞ്, ഉണങ്ങിയ നിലത്തൂടെ. എൻ്റെ കൊച്ച് എങ്ങനെ ആ രാജ്യത്ത് പോകും? ഉണങ്ങിയ നിലത്തൂടെ പോകും. എങ്ങനെ ഈ കടബാധ്യത മാറും? ഉണങ്ങിയ നിലത്തൂടെ. ഉണങ്ങിയ നിലത്തൂടെ എന്ന് പറഞ്ഞാൽ എവിടെയും തെന്നി വീഴിയാലെന്ന അർത്ഥം. എവിടെയും തെന്നി ചെളിയിൽ കൂടെ നടന്നാലോ കാല് താന്നു പോകും, ചിലപ്പോൾ തെന്നി അടിച്ച് വീഴും, കൈ ഒടിയും, പെടലി ഒടിയാൻ സാധ്യതയുണ്ട്. ആ ചെളിയെ ദൈവം മാറ്റി, ആ അഴുക്കിനെ മാറ്റി ഉണങ്ങിയ നിലമുണ്ടായി. ഇവിടെ നിങ്ങൾ ആരെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിച്ച് ഇന്ന് നോക്കുമ്പോൾ മുഴുവൻ പ്രശ്നങ്ങളാണ്, ഒരു വഴിയില്ല, ഇപ്പോൾ തന്നെ ഒന്ന് പ്രാർത്ഥിക്കണം. ഇപ്പോൾ തന്നെ ഒന്ന് കണ്ണുകളെ അടച്ച്. ഒരു പുരോഹിതൻ, വാഗ്ദാന പേടകം വഹിച്ചിരുന്ന പുരോഹിതൻ, അവരെ നിങ്ങൾ കാണുമ്പോൾ അവരെ നിങ്ങൾ കാണും, അവരുടെ പുറകെ നിങ്ങൾ പൊക്കോണം, അവരുടെ പ്രാർത്ഥന നിങ്ങൾ സ്വീകരിക്കണം. യോശുവ പറയുക, അവർ പോകേണ്ട വഴി നിനക്ക് കാണിച്ചു തരും. പോകേണ്ട വഴി അറിയത്തില്ല പലർക്കും. ബിസിനസ് ആണോ ചെയ്യേണ്ടേ, പിള്ളേരെ കാനഡയ്ക്കാണോ വിടേണ്ടേ, ഇവിടെയാണോ പഠിക്കേണ്ടേ, സ്ഥലം എന്നതാണെന്ന് അറിയത്തില്ല. പോകേണ്ട വഴി പ്രാർത്ഥിക്കുന്നവൻ നിനക്ക് കാണിച്ചു തരും. പ്രാർത്ഥിക്കുന്നവൻ നിന്റെ കുടുംബത്തിന് വഴി കാണിച്ചു തരും. ഉണങ്ങിയ നിലത്തൂടെ കൊണ്ടുപോകാൻ ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്, ഒരു പദ്ധതിയുണ്ട്. ആ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച്. ഇതിനകത്തിരിക്കുന്ന ഒത്തിരി പേര് കാനഡയിൽ ഒന്ന് പോകണം, ജർമ്മനിയിൽ പോകണം, ഫ്രാൻസിൽ പോകണം, സൗത്ത് ആഫ്രിക്കയിൽ പോകണം. നമ്മൾ കേട്ടിട്ടില്ലാത്ത രാജ്യങ്ങളിൽ പോകാൻ ആഗ്രഹമുള്ളവർ ഇതിനകത്തുണ്ട്. പല രാജ്യങ്ങളിൽ പോയി എൻ്റെ പിള്ളേരൊന്ന് രക്ഷപ്പെട്ടായിരുന്നെങ്കിൽ അവരെങ്ങനെ പോകും? ഉണങ്ങിയ നിലത്തിലൂടെ പോകും. എങ്ങനെ പോകും? സ്വന്തം കഴിവ് കൊണ്ടല്ല, പ്രാർത്ഥനയുള്ള ഒരു മനുഷ്യന്റെ അനുഗ്രഹം മതി നീ രക്ഷപ്പെടാൻ. ദൈവാഗ്ദാന പേടകം ചുമക്കുന്ന ഒരു പുരോഹിതന്റെ മനസ്സറിഞ്ഞൊരു അനുഗ്രഹം മതി കുഞ്ഞെ നിന്റെ ജീവിതത്തിൽ വഴികൾ തുറന്നു കിട്ടാൻ. വാഗ്ദാന പേടകം വഹിക്കുന്ന പുരോഹിതന്മാരുടെ കാല് തൊട്ടപ്പോൾ അവിടെ അത്ഭുതം നടക്കാൻ തുടങ്ങിയെങ്കിൽ പ്രാർത്ഥനയുള്ള ഒരു മനുഷ്യന്റെ സാന്നിധ്യം ഒരു അനുഗ്രഹത്തിന് തുടക്കമാകും. അങ്ങനെയെങ്കിൽ ആ കരങ്ങളെ ഹൃദയത്തോടൊന്ന് ചേർത്ത് വയ്ക്കാമോ? എവിടെയാ? ജോർദാൻ നദി കരകവിഞ്ഞൊഴുകുന്നത് പോലെ മുമ്പിൽ മുഴുവൻ പ്രശ്നങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു, പ്രതിസന്ധികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. കാല് വച്ചാൽ ആ കാല് വച്ച ആളെ തന്നെ ഒലിച്ചു പോകാൻ ശക്തിയുള്ള വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നേ. ഒരു ചുവട് വച്ചപ്പം ഒരു കൊട്ടപ്പിടി അത്ഭുതമാണ് നടന്നത്. വിശ്വാസത്തിന്റെ ഒരു ചുവട് മതി, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന മതി, സ്വീകരിക്കുന്ന ഒരു ഒറ്റ അനുഗ്രഹം മതി. നിന്റെ അനുഗ്രഹത്തിന്റെ വാതിലിനെ ദൈവം തുറക്കാൻ, നിന്റെ ജീവിതത്തിൽ ഇന്ന് ഉയർന്നു നിൽക്കുന്ന വെള്ളവും ചെളിയും അഴുക്കും മാറി ഒരു ഉറച്ച നിലത്തിലൂടെ, ഉണങ്ങിയ നിലത്തൂടെ പോകാൻ ഒരനുഗ്രഹം മാത്രം മതി. നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പുരോഹിതന്മാരെ ചെറുതായി കാണരുത്. നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നിന്റെ കുടുംബത്തെ സ്നേഹിക്കുന്ന പുരോഹിതന്മാർ, ശുശ്രൂഷകരുടെ പ്രാർത്ഥനയെ ചെറുതായി കാണരുത്. അവർ നിനക്ക് വഴി പറഞ്ഞു തരും, അവർ നിനക്ക് വഴികളെ കാണിച്ചു തരും. അത് പുതിയ അനുഗ്രഹങ്ങൾക്ക് തുടക്കമിടാൻ തുടങ്ങും. ഹല്ലേലൂയ. ഏതേലും പുരോഹിതന്മാരല്ല, ഏതേലും ശുശ്രൂഷകരല്ല, വാഗ്ദാന പേടകം ചുമക്കുന്ന പുരോഹിതന്മാരെ കാണുമ്പോൾ അങ്ങനെ എഴുതിയിട്ടുണ്ട്. ഒന്ന് പ്രാർത്ഥിച്ചേ, കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ ചില അനുഗ്രഹങ്ങളുടെ വാതിലിനെ തുറക്കണമേ. ജോർദാൻ കരകവിഞ്ഞൊഴുകുന്നത് പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളാണ് ഇന്ന് കരകവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് പ്രതിസന്ധികളാണ് കരകവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്നത്. ചില പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഞങ്ങൾ കടിച്ചിറക്കുകയാണ്. കയ്പ് നീരിനേക്കാൾ കയ്പാണ് ഞങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങൾക്ക്.
ഒരു നിമിഷം ദൈവകരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? കണ്ണുനീർ തുടയ്ക്കുന്നൊരു ദൈവം നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നുണ്ട്. ഇന്നത്തെ പ്രതിസന്ധികൾ നാളെ രക്ഷപ്പെടാനുള്ള വഴികളായി മാറും. ഇന്നത്തെ വെല്ലുവിളികൾ നാളെ രക്ഷപ്പെടാനുള്ള ഉറച്ച പ്രതലമായി മാറും. നിനക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴിയെ ദൈവം ഒരുക്കുന്നത് നീ കാണുന്നുണ്ടോ? നിനക്ക് രക്ഷപ്പെടാനുള്ള വഴിയെ ദൈവം ഒരുക്കുന്നത് നീ കാണുക. ഇത് വിദൂരത്തല്ല, വളരെ അടുത്തു നിൽക്കുന്ന ഒരു അനുഗ്രഹമുണ്ട്. ആ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഒന്ന് കരങ്ങളെ ഉയർത്തിപ്പിടിക്കാമോ? ഈ ജനം എന്നാ ചെയ്തെന്നറിയാവോ? ജോർദാൻ നദി കരകവിഞ്ഞൊഴുകുമ്പോൾ അതിൻ്റെ സമീപത്ത് മറുകര കിടക്കാൻ കാത്തിരുന്നു. കർത്താവേ, ഒരു അനുഗ്രഹത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു. ഞങ്ങളുടെ മുമ്പിൽ ഒന്നിലധികം പ്രയാസമുണ്ട്. ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കർത്താവേ, ഇവരുടെ മേൽ വഴികളെ തുറക്കണമേ പറഞ്ഞ് ഈ ദൈവ സാന്നിധ്യത്തിൽ ഒരു വഴി തുറക്കുന്ന അനുഭവം ഉണ്ടാകണമേ. ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ വീട് കിലോമീറ്ററുകൾക്കപ്പുറമാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കാനഡയിലാണ്, ഓസ്ട്രേലിയയിലാണ്, UK-യിലാണ്. അവിടെ അവർക്കൊരു വഴി തുറന്ന് കിട്ടിയേ മതിയാകുകയുള്ളൂ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഒരു അത്ഭുതം നടക്കണം. കർത്താവേ, ഈ ജനത്തിന് നേരെ കൈ നീട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കേവലം ഒരു പ്രാർത്ഥന മതി നിന്റെ ജീവിതത്തിൽ ചില വഴികൾ തുറക്കാൻ. ഒന്ന് ശബ്ദമുയർത്തി അധരങ്ങളെ തുറന്ന് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ജീസസ്, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവെ ഒരുക്കണമേ, പരിശുദ്ധാത്മാവെ ഒരുക്കണമേ, പരിശുദ്ധാത്മാവെ ഒരുക്കണമേ. ശബ്ദമുയർത്തി പ്രാർത്ഥിച്ച് ഒരു വഴി തുറക്കണമേ. ഉറച്ച നിലത്തിലൂടെ, ചെളിയിലൂടെയോ അഴുക്കിലൂടെയോ അല്ല അവർ പോയത്. ഉറച്ച നിലത്തൂടെ നിനക്ക് വേണ്ടി വഴി ഒരുക്കുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് വഴി ഒരുക്കുന്ന ഒരു ദൈവമുണ്ട്. ജീസസ്, ഹല്ലേലൂയ. ശബ്ദമുയർത്തി ഒന്ന് പറഞ്ഞു. വഴിയൊരുക്കും അവനാഴികളിൽ വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും. വാതിലുകൾ സകലതും അടഞ്ഞിടിലും വല്ലവൻ പുതുവഴി തുറന്നിടുമേ. വാതിലുകൾ സകലതും അടഞ്ഞിടിലും അതുകൊണ്ട് ചേർന്ന് പാടണം. കരുതും അവൻ നല്ലയോ വഴി, കരുതും അവൻ നല്ലയോ വഴി. കഷ്ടങ്ങളിൽ നല്ല തുണയേശു കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണയേശു കണ്ണുനീരവൻ തുടയ്ക്കും. കണ്ണുനീരവൻ തുടയ്ക്കും. ഹല്ലേലൂയ. നിങ്ങൾ ഈ കേട്ട വചനമുണ്ടല്ലോ, വഴിയില്ലാത്തിടത്താ ഒരു വഴി ഉണ്ടായി വന്നത്. മറക്കല്ലേ. നമ്മൾ ഇന്ന് നോക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഇതൊന്നും ഇല്ല. പക്ഷെ ദൈവത്തിനറിയാം നിനക്ക് രക്ഷപ്പെടാനൊരു വഴി നിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ, തുറന്നു കിട്ടാൻ. അപ്പം നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. എൻ്റെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്നത് പോലെ ചിന്തിക്കുക. ഇങ്ങനെ ഒരു ശുശ്രൂഷ ചെയ്യാൻ, ഇത്രയും ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ യാതൊരുവിധ പറയത്തക്ക യോഗ്യതയും ഇല്ലാത്ത ഒരാളായി എനിക്ക്, ഞാൻ എപ്പോഴും ഇത് പറയുമ്പോൾ നിങ്ങളിത് ആവർത്തന വിരസതയായി കാണരുത്. നല്ലൊരു വീട്ടിൽ പോലും അല്ല ഞാൻ ജനിച്ചത്, നല്ലൊരു സാഹചര്യത്തിലല്ല വളർന്നത്, ഒരുപാട് പേരുടെ ആട്ടും ചീത്തയും പുച്ഛവും കളിയാക്കലും പരിഹാസവും, കഴിവില്ലാത്തവൻ, കഴകത്തില്ലാത്തവൻ, നിന്നെക്കൊണ്ട് എന്തിന് കൊള്ളാം, എടാ നിനക്കൊക്കെ പോയി ചത്തുകൂടെ, നിനക്ക് പോയിക്കൂടെ, എന്തെല്ലാം കാര്യങ്ങൾ ഒരുപാട് മനുഷ്യരുടെ വായിന്ന് കേട്ടു. ഒരാളോട് 1000 രൂപ ചോദിച്ചപ്പോൾ പേഴ്സിൽ നിന്നെടുത്ത് കയ്യിലോട്ടല്ല തന്നത്, എറിഞ്ഞാ തന്നത്. ഒരു കാര്യത്തിന് ഒരാവശ്യം വന്നപ്പോൾ ഒരാളോട് പൈസ ചോദിച്ചപ്പോൾ ഇവിടെ എന്നാടോ പൈസ കായ്ക്കുന്ന മരമുണ്ടോ എന്ന് ചോദിച്ച് കയ്യിലോട്ടല്ല നിലത്ത് എടുക്കണോ എന്ന് പറഞ്ഞ് നിലത്തിട്ടാ തന്നത്. എനിക്ക് നല്ല ബോധ്യമുണ്ട്, ദൈവം ഉറച്ച നിലത്തൂടെ
നിന്നെ മറുകര എത്തിക്കുന്നു. ആമേൻ. അത് ഈ വചനം വായിക്കുമ്പോൾ നമ്മുടെ അനുഭവം കൂടെ ചേർന്ന് വരും. ഞാൻ എപ്പോഴും ചിന്തിക്കും, ഈ ജനത്തെ ദൈവം നയിച്ചത് ചെളിക്കൂടെയും അഴുക്കിലൂടെയാണല്ലോ. തെന്നി വീണേനെ ദൈവം നയിച്ചപ്പം ഒരാൾ പോലും ആ വഴിയിൽ തെന്നി വീണിട്ടില്ല. വായിച്ചു നോക്ക്. ഇസ്രായേൽ ജനം അങ്ങോട്ട് പോയപ്പോൾ കുറേ പേര് തെന്നി വീണു എന്ന് എഴുതിയിട്ടുണ്ടോ? ഇല്ല. അവർ തെന്നി വീഴാതിരിക്കാൻ ആ ചെളി ആരോ വാരി മാറ്റി, ആ അഴുക്കിനെ മാറ്റി. എന്നിട്ട് നല്ല സിമന്റ് തറയിൽ കൂടെ എന്ന പോലെ ഉറച്ച ഒരു ഭൂമി കൂടെയാണ് നടത്തിയത്. ഇതുപോലെ നടത്തുന്നൊരു ദൈവം എനിക്കുണ്ടെന്ന് വിശ്വസിക്കാമോ? ഇപ്പുറത്ത് പ്രശ്നമുണ്ട്, ഇപ്പുറത്തും പ്രശ്നമുണ്ട്, അവിടെയും പ്രശ്നമുണ്ട്, മുമ്പിലും പ്രശ്നമുണ്ട്. പക്ഷെ അതിനിടയിൽ കാണാതെ പോകല് ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുന്ന ഉറച്ച വഴികളെ. ആ വഴി കൂടെ പോകുമ്പം തെന്നി വീഴുകയില്ല, എടുത്തടിച്ച് വീണ് പരിക്കു പറ്റത്തില്ല, നിന്റെ മേത്തൊരഴുക്ക് പോലും പറ്റത്തില്ല. അവിടെ ചെളിയില്ലായിരുന്നു. അവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, നിങ്ങൾ അടുത്ത തലമുറയോട് പറയണം, ഞങ്ങളെ ദൈവം ചെളി കൂടെയോ അഴുക്കിലൂടെയോ ഒന്നുമല്ല നടത്തിയത്, ഉറച്ച ഭൂമി കൂടെയാണെന്ന് നിങ്ങൾ അടുത്ത തലമുറയോട് പറഞ്ഞു കൊടുക്കണമെന്ന് ആ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. ഇതിനെല്ലാം കാരണമായത് വാഗ്ദാന പേടകം വഹിച്ചിരുന്ന പുരോഹിതന്റെ ഒരു പ്രാർത്ഥനയാണ്. അത് ചിലപ്പോൾ ഒരു കൗൺസിലർ ആയിരിക്കും, ഒരു ശുശ്രൂഷകനായിരിക്കും, ഒരു പുരോഹിതനായിരിക്കും. വാഗ്ദാന പേടകം പിടിച്ച ഒരാൾ, ആ വ്യക്തിയിലൂടെ നീ രക്ഷപ്പെട്ടു വരും. ആ വ്യക്തിയിലൂടെ നിങ്ങൾ പറയില്ലേ, ഞാൻ ആ കൗൺസിലിങ്ങിന് പോയപ്പോൾ ആ കൗൺസിലർ പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ നടന്നു എന്ന്. വാഗ്ദാന പേടകം ചുമക്കുന്ന ഒരു ശുശ്രൂഷകനായ ആൾ. എന്താണ് വാഗ്ദാന പേടകം? ദൈവത്തിൻ്റെ വചനമാണത്. അത് ചുമക്കുന്നവർ പറയുന്നത് അതുപോലെ സംഭവിക്കും. അവർ കാണിച്ചു തരും, അവർ വഴികളെ നിനക്ക് കാണിച്ചു തരും, അവർ വഴികളെ നിനക്ക് കാണിച്ചു തരും. ചെറിയ വാക്കുകൾ പോലും വലിയ റിസൾട്ട് ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ചെറിയ വാക്ക്. ഒരാൾ 2.5 ലക്ഷം രൂപയുമായി ഇവിടെ നിന്ന് കോഴിക്കോട് ഹോസ്പിറ്റലിൽ പോവുകയാണ്. ആ വ്യക്തിയുടെ പ്രിയപ്പെട്ട ഒരാളുടെ വയറിനകത്തുള്ളൊരു മുഴ ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് വാഹനം താഴെ നിർത്തി നേരത്തെ വിളിച്ചു പറഞ്ഞ അനുസരിച്ച് പ്രാർത്ഥന. പൈസയുള്ളവനല്ല, ഇല്ലാത്ത പൈസയും സ്വർണവും മോതിരവും ഒക്കെ പണയം വെച്ച് ഈ പൈസയായിട്ട് ഓപ്പറേഷന് പോവുകയാണ്. അതിൻ്റെ നിൽക്കാനുള്ള തുണിയും അവിടെ നിൽക്കാനും എല്ലാം സജ്ജീകരണമായിട്ടാണ് പോകുന്നത്. ഇനി ഒരാഴ്ച കഴിഞ്ഞേ തിരിച്ചു വരുള്ളൂ, ആ രീതിയിലാണ് പോകുന്നത്. വണ്ടിയായിട്ട് പോവുകയാണ്. അവിടെ ചെന്ന് ഓപ്പറേഷന് വീണ്ടും ചെക്കപ്പിന് നടത്തുമ്പം ഡോക്ടർ പറയാ, ആ മുഴ കാണാം, ആ മുഴ ചുങ്ങിപ്പോയെന്ന്. ഞാൻ പറയുന്നത് ഈ അടുത്ത് ഈ അമ്പലവയൽ അടുത്ത് ദേശത്തുള്ള ഒരാളുടെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു. ഞാൻ പേരൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, പേരൊന്നും ഞാൻ പറയുന്നില്ല. എനിക്കവരെ അറിയാം. ആ ഡോക്ടർ പറയും, ഇവിടുന്ന് തുണിയായി പൈസയായിട്ട് പോയതാണ്, 2.5 ലക്ഷം രൂപയായിട്ട്. അന്ന് തന്നെ തിരിച്ചും പോന്നു. നമ്മൾ ദൈവനാമത്തിൽ ചില വാക്കുകൾ പറയുമ്പോൾ അത് അനുഗ്രഹമാകുന്നത് എനിക്കും അനുഭവമായിട്ടുണ്ട്. മറ്റൊരാൾ എന്നോട് പറയുന്നത് എനിക്കും അനുഭവമായിട്ടുണ്ട്. ചില ആളുകൾ പറഞ്ഞത് അതേപോലെയാണ് നടന്നത്. ചില ആളുകൾ എന്നോട് പറഞ്ഞയാൾ മരിച്ചു മണ്ണായി പോയി. ഇത്ര ആളുകളോ ഈ ഹാളോ ഇവിടെ ഇല്ലാത്ത കാലത്ത് പ്രാർത്ഥിക്കാൻ വന്ന മനുഷ്യൻ താഴെ ഇരുന്നോണ്ട് മധ്യസ്ഥ പ്രാർത്ഥന കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഇവിടെ 1000 ഒരുമിച്ച് കൂടും. എനിക്ക് ചിരി വന്നു അയാൾ പറഞ്ഞപ്പോൾ. ഇവിടെയുള്ള വലിയ ആളുകൾ പോലും പറഞ്ഞത് ഇത്രയും ഉൾപ്രദേശത്തൊന്നും ആരും വരത്തില്ലെന്നാണ് പറഞ്ഞത്. പിന്നെ ഒരു പാവപ്പെട്ട ഒരു സാധാരണ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന ഒരാൾ, അദ്ദേഹം മരിച്ച് മണ്ണായി പോയി കേട്ടോ. എന്നാലും അദ്ദേഹം ജീവിച്ചിരുന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, അച്ചോ ഇവിടെ ഒരുപാട് പേർ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കാലമുണ്ട്. അദ്ദേഹം പറഞ്ഞതുപോലെയാ ചില കാര്യങ്ങൾ. ഞാൻ ഇപ്പോഴും ശുശ്രൂഷകരുടെ മീറ്റിംഗ് പറയാണ്, ആ മനുഷ്യൻ പറഞ്ഞ പോലെയൊക്കെയാണ് നടക്കുന്നതെന്ന്. വാഗ്ദാന പേടകം ചുമക്കുന്നവർ പറയുന്നത് അതേപോലെ സംഭവിക്കും, അതേപോലെ സംഭവിക്കും. ഹല്ലേലൂയ. എനിക്കിതിനകത്ത് അത്ഭുതം തോന്നിയൊരു കാര്യം പറയാം. ജോഷു അവരോട് പറയുവാ, വാഗ്ദാന പേടകം വഹിക്കുന്ന പുരോഹിതന്മാരെ കാണുമ്പോൾ നിങ്ങൾ അവരുടെ പുറകെ പോക്കോണമെന്ന്. ഓടണം, അവരുടെ പുറകെ പോകണം. അവര് നിനക്ക് വഴി കാണിച്ചു തരും. നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവനാ നിനക്ക് വഴി കാണിച്ചു തരുന്നത്.
ഒത്തിരി പേര് പ്രാർത്ഥിക്കും, ഇനി എന്താ ഫാദർ ചെയ്യേണ്ടത്? അവർക്ക് ആ ബോധ്യമുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ദൈവം രക്ഷപ്പെടാനുള്ള വഴികളെ കാണിച്ചു തരും. ശ്രദ്ധിച്ചേ, നിങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും. നിങ്ങൾ കേൾക്കുന്ന വചനം നിനക്ക് പ്രയോജനപ്പെടും. വചനം കേൾക്കുമ്പോൾ ഒരു ശബ്ദം മാത്രമല്ല അകത്തു വരുന്നത്, ദൈവം തന്നെയാണ് നിന്റെ അകത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ സാന്നിധ്യം വരുമ്പോൾ ഒരു പ്രത്യേകത, നീ പോകേണ്ട വഴി അത് നിനക്ക് കാണിച്ചു തരാൻ തുടങ്ങും. അത് മതി നീ രക്ഷപ്പെടാൻ. ആ ഒരൊറ്റ അനുഗ്രഹം മതി. ഇനിയൊരു പ്രധാനപ്പെട്ട